ഇറാൻ അനുകൂല പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തി. താഴ്വരയിലെ എല്ലാ ജില്ലകളിലും പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സ്കൂളുകൾക്കും കോളേജുകൾക്കും 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അർജുൻ, വിശദാംശങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ അതീവ ജാഗ്രത ഉള്ളത് എന്നുള്ള കാര്യം തന്നെ പറയാൻ സാധിക്കും. ഈ ഇറാൻ അനുകൂല പ്രകടനങ്ങളെല്ലാം തന്നെ അതിനൊരു പശ്ചാത്തലമായി മാറിയിട്ടുണ്ട്. ഇന്നലെ ഈ ആയത്തുള്ള അലി ഖമനേയി വധം അത് പുറം ലോകം അറിഞ്ഞതിന് പിന്നാലെ ആദ്യമായി പ്രതിഷേധങ്ങൾ ഉണ്ടായത്, ഇന്ത്യയിൽ ആദ്യമായി പ്രതിഷേധങ്ങൾ ഉണ്ടായത് ജമ്മു കാശ്മീരിലെ ലാൽ ചൗക്കിലാണ്. ആ ലാൽ ചൗക്ക് ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നു. പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും അനുമതിയില്ല. അതിനപ്പുറത്തേക്ക് ജമ്മു കാശ്മീർ താഴ്വരയിലെ 10 ജില്ലകളിലും ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും കൂടുതൽ പ്രകടനങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് സുരക്ഷാ സേന അറിയിച്ചിരിക്കുന്നത്. അതിന് കാരണം ഇന്നലെ തന്നെ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ പലപ്പോഴും സുരക്ഷാ സേനയുമായിട്ടും അതുപോലെ പോലീസുകാരുമായിട്ടൊക്കെ തന്നെ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുമെന്നുള്ള ആശങ്ക കൂടി ഉണ്ടായിരുന്നു. അതേ അവസ്ഥ ഇന്നുകൂടെ ഉണ്ടാവുകയാണെങ്കിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകും. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 10 ജില്ലകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്നുള്ള കാര്യം ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ സ്കൂളുകൾക്കും കോളേജുകൾക്കും 2 ദിവസത്തെ ഇന്നും നാളെയും അവധിയായിരിക്കും എന്നുള്ള കാര്യം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം കശ്മീർ താഴ്വരയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ നടത്താനിരുന്ന പരീക്ഷകളും എല്ലാം തന്നെ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഷിയ വിഭാഗം ഏറ്റവും കൂടുതലുള്ള മേഖലകളിലൊന്നാണ് ജമ്മു കശ്മീർ. രണ്ടാമത്തേത് ലക്നൗ, അതുപോലെ തന്നെ ഡൽഹി. ഈ 3 ഇടങ്ങളിലും ഇന്നലെ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. അതിൽ ജമ്മു കശ്മീരിലാണ് കാര്യങ്ങൾ ഒരു അല്പമെങ്കിലും കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടായത്. ഇന്നലെ പ്രത്യേകിച്ചും സുരക്ഷാ സേനയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് അടക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തായാലും കൂടുതൽ പ്രകടനങ്ങൾ വേണ്ട. ഒപ്പം തന്നെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ കൂടി, അതിൽ ഇറാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉണ്ടാകും, അതിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി നിരീക്ഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാനത്തിന് ഇതിനോടകം തന്നെ നിരീക്ഷണങ്ങൾ കൂടി പല നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.